നമ്മുടെ ഓഫീസിലേക്ക് ഒരു മാക് മിനി M4 വാങ്ങണം എന്ന് വിചാരിച്ച് തപ്പ് കേട്ടോ. പ്രീ ഓർഡറും കാര്യങ്ങളൊന്നും ചെയ്യാത്തോണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സ്പെക്കുള്ള സാധനം എവിടെ സ്റ്റോക്കുള്ള അവിടുന്ന് വാങ്ങാന്ന് വിചാരിച്ച് കിടക്കുക കേട്ടോ. ആദ്യം ഞങ്ങൾ കോട്ടക്ക് ഓക്സിജനിൽ പോയി. അവിടെ സാധനം ഇല്ലാന്ന് കണ്ടപ്പോ ഞങ്ങൾ നേരെ ഐഫോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് മിറർ സെൽഫി ഒക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടോ. നേരെ പോയത് മൈജി ഫ്യൂച്ചർ കിട്ടോ. നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സിസ്റ്റം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക് മിനി M4 512/16 ആട്ടോ. സാധനം മൈജിയിലും സ്റ്റോക്ക് ഇല്ല കേട്ടോ. ഒരു 2 ദിവസം കൊണ്ട് സാധനം എത്തിച്ചേരാന്നാണ് ഇവരും അവരൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് സമാധാനം ഇല്ല. നേരെ വീണ്ടും വിട്ട് ചാൻസ് ഇല്ലാന്ന് ഉറപ്പായിട്ടും വെറുതെ ഒന്ന് കേറി നോക്കി നെസ്റ്റോൽ ഇനി അവിടെ ഉണ്ടെങ്കിലോ. ഹലോ സജിയേട്ടാ, ഇത് ഞാനാ കട്ടപ്പുറം. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നേരെ പോകുന്നു, സാധനം ഇല്ലാന്ന് പറയുന്നു, നേരെ തിരിച്ചിരുന്നു. അടുത്തത് നേരെ വീണ്ടും മൈജിയിലേക്ക് തന്നെ. കോട്ടക്കുള്ള മൈജി ഫ്യൂച്ചർക്കല്ല പോയത്, ചങ്കട്ടിക്കുള്ള പഴയ മൈജി കട്ട പോയത്. അപ്പൊ സംഭവം ഇവിടെ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആവുന്നതും ബഡ്ജറ്റ് കുറഞ്ഞതും കൂടി ആയിട്ടുള്ള ഷോപ്പ് നോക്കിയപ്പോ മൈജി ആട്ടോ. അപ്പൊ അവിടെ പ്രീ ഓർഡറും കാര്യങ്ങളും ചെയ്തൊരു അഡ്വാൻസും കൊടുത്ത് ഞങ്ങൾ നേരെ വിട്ട് ഓർഡർ ചെയ്ത സാധനം മൈജിയിൽ എത്തി എന്ന് പറഞ്ഞ വിളി വന്ന് ഞങ്ങൾ നേരെ പോയി കളക്ട് ചെയ്തിട്ടാ. ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സാധനം കൈക്കെത്തി. ബിസ്മില്ലാ, ഇതാണ് സാധനം. അങ്ങനെ ആശിച്ചു മോഹിച്ച് വാങ്ങിയ സാധനം പൊട്ടിക്കാൻ പോവാട്ടോ. പാക്കണ്ട് പൊട്ടിക്കുക. അങ്ങനെ പാക്കും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് സാധനം നേരെ കയ്യിലെടുത്തിട്ടോ. അൽഹംദുലില്ലാ, അങ്ങനെ സാധനം വാങ്ങി ഞങ്ങൾ നേരെ വിട്ടിട്ടോ. അടുത്ത ലക്ഷ്യം ബെൻക്യൂന്റെ ഒരു മോണിറ്റർ ആട്ടോ. നേരെ എവിടെ കിട്ടുന്ന ആലോചിച്ച് ലാസ്റ്റ് കോട്ടൊക്കെ ബെസ്റ്റ് ഇന്ത്യയിൽ വിളിച്ചു ചോദിച്ചു. ബെസ്റ്റ് ഇന്ത്യയിൽ സാധനം അവൈലബിൾ ആണെന്ന് പറഞ്ഞ് നേരെ പോയി കളക്ട് ചെയ്തിട്ടോ. അങ്ങനെ അവിടുന്ന് സാധനം എടുത്ത് ഞങ്ങൾ നേരെ ഓഫീസിൽ പോയി സെറ്റ് ചെയ്യാൻ നോക്കട്ടോ. സെറ്റ് ചെയ്യാൻ നിന്നപ്പോഴല്ല അടുത്ത ഡിസ്റ്റ് സോഫ്റ്റ്വെയർ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള അപ്പോഴോ ഓർമ്മ വന്നേ. ഒന്നും നോക്കിയില്ലേ, നമ്മളെ ബെസ്റ്റ് ആയിട്ട് എവിടുന്ന് ചെയ്തു തരാൻ പറ്റും നോക്കിയപ്പോ നമ്മളെ മയമാലിക്ക ചെയ്തു തരാന്ന് പറഞ്ഞു. അങ്ങനെ മയമാലിക്കാന്റെ അടുത്ത് കൊണ്ടുകൊടുത്തിട്ടോ. ഞങ്ങൾ നേരെ വിട്ടു മയമാലിക്കാന്റെ വീട്ടിൽ പോയിട്ട് സാധനം എടുത്തോണ്ടാന്ന് വിചാരിച്ചാണ്ട് നമ്മൾ പറഞ്ഞ എല്ലാ സോഫ്റ്റ്വെയർസും 2 ദിവസം കൊണ്ട് മൂപ്പര് സെറ്റ് ആക്കി വെച്ചിട്ട് കേട്ടോ. അങ്ങനെ സാധനം കൈക്ക് കിട്ടിയ സന്തോഷത്തില് ഹഫീഫ് കൊണ്ടുപോയി സെറ്റ് ചെയ്തു. നമ്മുടെ ചെക്കൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടോ.